ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു യാത്ര പോകുന്നതിൻ്റെ വീഡിയോ ആണ്. യാത്ര എന്ന് പറയുമ്പം എനിക്ക് കുമളി വെച്ചിട്ടൊരു PSC എക്സാം ഉണ്ട്. അത് അറ്റൻഡ് ചെയ്യണം. പക്ഷേ PSC എക്സാം അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഒരുപാട് നാൾ കൂടിയിട്ടൊരു യാത്ര പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ്. അപ്പോൾ പിന്നെ ഇതൊരു 2 ദിവസത്തെ ട്രിപ്പായിട്ട് തന്നെ പോയിട്ട് വരാമെന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തു. അങ്ങനെ ഞങ്ങളൊരു രാവിലെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞുമായിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ ഇത്ര ലോങ് യാത്ര പോകുന്നതുകൊണ്ട് തന്നെ, ലോങ് എന്ന് പറയുമ്പം ചങ്ങനാശ്ശേരിയിൽ നിന്ന് കുമളിക്കാണ് പോകുന്നത്. അങ്ങനെ എൻ്റെ വീട്ടിലൊക്കെ കയറി വാഗമണ്ണൊക്കെ പോയി അങ്ങനെ വരാനാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പം അങ്ങനെ പോകുന്നതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തിട്ടാണ് പോകുന്നത്. പതുക്കെയാണ് പോകുന്നത്. കാരണം കുഞ്ഞുമായിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് നിർത്തി കണ്ടിന്യൂസ് ഒറ്റയിൽ ഇപ്പോൾ പോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ പതുക്കെയാണ് നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. ഹൈ റേഞ്ച് കയറി കഴിഞ്ഞപ്പോൾ ഉള്ള ഭംഗി എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോയിലൂടെ കാണാൻ പറ്റും. അടിപൊളിയായിരുന്നു. ആകെ ഞങ്ങൾ പെരുവന്താനത്ത് ചെന്നപ്പോഴാണ് ഒന്ന് ഇറങ്ങി ഒരു ചായ കുടിച്ചു. പിന്നെയും പതുക്കെ തന്നെ ഈ യാത്ര അതുപോലെ തന്നെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു. കുഞ്ഞൊന്ന് ഇടയ്ക്ക് കരയുമ്പം ഇടയ്ക്കൊന്ന് വണ്ടി നിർത്തും. ഇച്ചിരി നേരം പുറത്തൊക്കെ ഇറങ്ങി നിന്ന് കാഴ്ചകളൊക്കെ കാണിച്ച് പിന്നെ ഞങ്ങൾ വീണ്ടും അതുപോലെ തന്നെ ഈ യാത്ര അങ്ങ് തുടരും. പക്ഷേ ഹൈ റേഞ്ച് കയറുമ്പോൾ ഉള്ള ഭംഗി അതൊരു രക്ഷയില്ല. അടിപൊളി. ഞങ്ങൾ ഏകദേശം ഒരു 11 മണി കഴിഞ്ഞപ്പോൾ തന്നെ വളഞ്ഞെങ്ങാനും എത്തിയിട്ടുണ്ടായിരുന്നു. മഴ പെയ്ത സമയമായിരുന്നതുകൊണ്ട് നല്ല വെള്ളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാണാൻ തന്നെ ഒരു രക്ഷയില്ല. അടിപൊളിയായിരുന്നു. അവിടുത്തെ ആ വെള്ളം വീഴുന്ന ഒരു സീനൊക്കെ അടിപൊളിയായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് ചാർലി സിനിമയായിരിക്കും നമുക്ക് എല്ലാവർക്കും തന്നെ ഓർമ്മ വരുന്നത്. ഞങ്ങൾ പിന്നെ വണ്ടി സൈഡാക്കി ഞങ്ങൾ അവിടെ ഇറങ്ങി. കുഞ്ഞുമായിട്ട് ആദ്യമായിട്ട് വരുന്നല്ലോ, അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്നും കണ്ട് ഞങ്ങളങ്ങ് ഇറങ്ങി. കുറേ ഫോട്ടോയും കുറേ വീഡിയോയൊക്കെ അവിടെ വെച്ച് എടുത്തു.
പിന്നെ അവിടെ നല്ല ചൂട് പഴംപൊരിയും ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം കൂടെ അവിടെ നിന്ന് കുഞ്ഞുമായിട്ടൊക്കെ കുറേ ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞങ്ങളങ്ങ് പിന്നെ വണ്ടി കയറി. കാരണം സമയം കളയാനില്ല, 1:30-ക്ക് എക്സാം തുടങ്ങും. ലേറ്റ് ആകാൻ പാടില്ല, 10 മിനിറ്റ് മുന്നേ പോയാലും ലേറ്റ് ആകരുതെന്ന് കരുതി ഞങ്ങളങ്ങ് വണ്ടി കയറി. നമ്മളിനി അവിടെ നിന്ന് നേരെ കുട്ടിക്കാനം പീരുമേട് കുമളി അതായിരുന്നു നമുക്കിനി മുന്നോട്ട് പോവേണ്ടത്. അങ്ങനെ നമ്മൾ യാത്രയിലും കുഞ്ഞ് കുറച്ചും കൂടി നമ്മളായിട്ട് കംഫർട്ടബിൾ ആയിരുന്നതുകൊണ്ട് തന്നെ അധികം അങ്ങ് ഡിലേ വരാതെ നമ്മൾ ഏകദേശം ഒരു 12:15 ആയപ്പോൾ തന്നെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു, കുമളി എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഇറങ്ങി അതും ഇതും കഴിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു 2 പേർക്കും വിശപ്പില്ല. കുഞ്ഞിന് ഫീഡ് ചെയ്തിട്ട് ചേട്ടനെ ഏൽപ്പിച്ചിട്ട് ഞാൻ 1 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഹോളൊക്കെ തപ്പി പിടിച്ച് ഞാൻ എക്സാം എഴുതാനായിട്ട് അങ്ങ് കയറിയായിരുന്നു. എക്സാം കഴിഞ്ഞ് ഞാനൊരു 3 മണിയൊക്കെ ആയപ്പോൾ തന്നെ എക്സാം കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അധികം സമയം കളഞ്ഞില്ല, നേരെ വീട്ടിലേക്ക് പോകണമായിരുന്നു. വീട്ടിൽ പോയിട്ട് നമ്മൾ ഓൾറെഡി വാഗമണ്ണിലൊരു കോട്ടേജ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ നേരെ നമ്മൾ വാഗമണ്ണിൽ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് നമ്മൾ ഫുഡ് കഴിച്ചു, അച്ഛനമ്മ എല്ലാവരെയും കണ്ടു. വീടിൻ്റെ അടുത്തുള്ള ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അവരെല്ലാം കണ്ടു. കുറേ നേരം അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്തിട്ട് എൻ്റെ ഒരു കസിൻ്റെ വീടുണ്ട്, അവിടെയും കൂടെ പോകണം. അപ്പോൾ അവിടെയും കൂടെ ഞങ്ങളങ്ങ് പോയി. രാത്രി ഒരു ഏകദേശം 10-11 മണിയൊക്കെ ആയപ്പോഴത്തേന് ഞങ്ങൾ വാഗമണ്ണെത്തി. പിന്നെ ഓൾറെഡി ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നതുകൊണ്ട് തന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, നല്ല തണുപ്പായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നേരെ കയറി അങ്ങ് കിടന്നു. ഇനി ഇതിൻ്റെ ബാക്കി വീഡിയോ വരുന്നുണ്ട്, എല്ലാവരും വീഡിയോ കാണണം. പാർട്ട് 2 വാഗമണ്ണിൻ്റെ കുറേ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും.